വഴക്കുകൾ മാത്രമല്ല, നമ്മൾ ഇപ്പം ഇതിൻ്റെ ജോജുവേട്ടൻ അതിനകത്ത് പറയുന്നൊരു ഡയലോഗുണ്ട്, മറ്റേ റിലേഷൻഷിപ്സ് ആർ എഫിമർ, പെട്ടെന്ന് ഇല്ലാണ്ടാവാം. നമ്മൾ ഈ ഭയങ്കര നല്ല സ്ട്രോങ് ബോണ്ടുകൾ തന്നെ ചിലപ്പോൾ ചെറിയൊരു കാര്യത്തിൻ്റെ പേരിലൊക്കെ മുറിഞ്ഞു പോവാം, പിന്നെ അത് യോജിക്കാം. അങ്ങനെ അപ്പം നമ്മുടെ ചുറ്റും നടക്കുന്ന കുറേ കാര്യങ്ങൾ ഭയങ്കര രസത്തിൽ ശരണും ഇതിൻ്റെ അപ്പു അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നീഷ്യൻസും എല്ലാവരും അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആനന്ദ സിനിമയിലെ പ്രണയരംഗങ്ങൾ പോലെ ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രണയരംഗം പോലെ അങ്ങനെ ഇല്ല, ആനന്ദത്തിലെ പോലെ ഇല്ല. പറയൂ അക്ഷയ്, പറയൂ അക്ഷയ്. ഇല്ല, അങ്ങനത്തെ ഇല്ല. ഞാൻ നിഞ്ചൻ്റെ വലിയ ഫാനായിരുന്നു. പറയുമ്പോൾ തട്ടമൊക്കെ എൻ്റെ തലയിൽ എനിക്ക് തോന്നുന്നു ഒരു റെഫറൻസ് പോയിന്റ് പോലെ വരെ തലയിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അത് ചെയ്യണതിന് മുന്നേ. അപ്പോൾ നിഞ്ചനെ കാണുമ്പോൾ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു, പുള്ളി ഭയങ്കര കൂളായിരുന്നു. അപ്പം ഞങ്ങൾ ചെയ്തു തുടങ്ങിയ ഒരു സീൻ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ ചെയ്ത് കുറച്ചായപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് പുള്ളി പോയി, റിലേ പോയ പോലെ ഫുള്ള് എല്ലാം മറന്ന് ആകെ കയ്യിൽ ഒരു ജ്യൂസോ ഷെയ്ക്കോ ഒന്നും ഉണ്ടായിരുന്നു ആ സീനിൽ. അപ്പോൾ അത് തട്ടിമറിഞ്ഞു, ആകെ കൊളായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹീ ഗേവ് മീ സ്പേസ്, എല്ലാവരും കൂടെ ഒന്ന് ആ സീൻ വർക്കാക്കി എടുക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം സച്ച് എന്താ പറയുക, ലവ്ലി ആക്ടർ ടു വർക്ക് വിത്ത്. നാരായണീൻ്റെ 3 ആൺമക്കൾ എന്നുള്ളൊരു സിനിമ വരാൻ പോവാണ്. ആ സിനിമയുടെ പോസ്റ്ററിൽ വളരെ സർപ്രൈസിങ് ആയിട്ട് ഒരു ഫേസ് നമ്മൾ കണ്ടു. തോമസ്. ഹായ് തോമസ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെ പോകുന്നു, ഇത് തന്നെ വിശേഷം. നാരായണീൻ്റെ 3 ആൺമക്കൾ ഇപ്പോൾ ഫെബ്രുവരിയിൽ ഇറങ്ങും. ഫെബ്രുവരി 7th ഇറങ്ങും. അപ്പം അത് തന്നെയാണ് ഇപ്പം മെയിൻ വിശേഷം. എങ്ങനെയുണ്ട് നാരായണീൻ്റെ 3 ആൺമക്കൾ എന്ന സിനിമയിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു അഭിനയിക്കാനൊരു? അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ചെയ്തൊരു, അല്ലെങ്കിൽ എന്താ പറയുക, ഈ സ്ക്രിപ്റ്റ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഈ കഥ ഇങ്ങനെ എന്താ പറയുക, വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ മറിഞ്ഞു പോകുന്ന പോലെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി കുറേ നാളായിട്ട് ഒരു നല്ല സിനിമ ചെയ്യണം എന്നുള്ളൊരു സാധനത്തിലായിരുന്നു. അപ്പം ഇതങ്ങനെ ഒരു സിനിമയാണെന്നുള്ളൊരു, ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു ഡാർക്ക് സൈക്കോ ഇതിനെ പറ്റി സംസാരിക്കുന്ന ഒരു മൂവി അല്ലേ ഇത് നാരായണീൻ്റെ 3 ആൺമക്കൾ? ഡാർക്ക് സൈക്കോ ഇല്ല, ഇത് കുറച്ചുകൂടെ ഒരു ഫാമിലി ഡ്രാമ എന്ന് പറയാം. അങ്ങനെ ഒരു എല്ലാ കുടുംബത്തിലും നടക്കാവുന്ന ഒരു സാധനമേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ഒരു ഇല്ല അങ്ങനെ സിനിമയല്ല, ഫാമിലി ഡ്രാമ. അതിൽ ചെറിയ ഡാർക്ക് ഹ്യൂമറിൻ്റെ എലമെന്റ്സ് ഉണ്ട്. ഇപ്പൊ അഭിനയിക്കുന്ന ഫിലിമില് ഇപ്പൊ ജോർജ് സുരാജ് ചേട്ടൻ, സീനിയർ ആയിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളാണുള്ളത്. അഭിനയിക്കാൻ എക്സ്പീരിയൻസ് എന്തായിരുന്നു? അടിപൊളിയായിരുന്നു. ഇപ്പം ജോയി ചേട്ടൻ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ കുറച്ച് നാളായിട്ടോ, അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് ഒരാൾ ഇത്രയും നാൾ സിനിമയുടെ പുറകെ നിന്ന് സിനിമയിൽ വന്ന്. ഇപ്പം ഞാൻ ജോസഫിൻ്റെ സമയത്ത് ജോയി ചേട്ടനെ വിളിക്കുന്ന ഓർമ്മയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പം പിന്നെ ഇപ്പോൾ ജോയി ചേട്ടനോട് അഭിനയിക്കാൻ പറ്റുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ സുരാജ് ചേട്ടനും അതെ, സുരാജ് ചേട്ടൻ്റെ മകനായിട്ടാണ് എനിക്ക് ഈ സിനിമയിൽ. അപ്പം സുരാജ് ചേട്ടൻ്റെ കൂടെയും ഭയങ്കര ഈസി ആയിരുന്നു വർക്ക് ചെയ്യാൻ, ഭയങ്കര അലൻസി ചേട്ടനും എല്ലാവരും അതെ. ഷലീമ എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ മില്ലൻ മുരളിയിലെ ശോഭ. അപ്പം മൊത്തത്തിൽ രസമായിരുന്നു. ആനന്ദത്തിൽ നിന്ന് മാറി ഇപ്പൊ കുറച്ചൊരു ചെറിയൊരു പയ്യൻ കുറച്ച് മെച്ചുവേർഡായി, അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ ലൈഫിൽ? അല്ലെങ്കിൽ ഫിലിമിൽ വന്നിട്ട് ഇപ്പോൾ ഈ ഒരു ഫിലിം കാരണമാണോ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു കാലം കൊണ്ട് എല്ലാവർക്കും വരാവുന്ന ചേഞ്ചസ് ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര മെച്ചുവറൊന്നും ആയെന്ന് തോന്നണില്ല, ഞങ്ങൾക്ക് തോന്നുന്നു. ഇല്ല അങ്ങനെ ഇല്ല കേട്ടോ, അത്രയും മാറ്റം വന്നോന്ന് അറിയത്തില്ല. പക്ഷെ സിനിമയോടുള്ള എൻ്റെ ആഗ്രഹം കൂടുകയും സിനിമയോടുള്ള സമീപനം മാറുകയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ആനന്ദം കഴിയുന്ന സമയത്ത് എനിക്കൊരു സ്ക്രിപ്റ്റ് വായിച്ചാൽ ഇതൊരു നല്ല സ്ക്രിപ്റ്റ് ആണോ അല്ലെങ്കിൽ ഒരു നല്ല സിനിമയാവോ എന്നൊന്നും ഒരു ധാരണയില്ലാത്ത സമയമായിരുന്നു. ഇപ്പോൾ ആണോ ഈ ഒരു ക്യാരക്ടർ ഇപ്പൊ ചൂസ് ചെയ്തല്ലോ, അപ്പൊ ആ ക്യാരക്ടർ ചൂസ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യലായിട്ട് എന്താ തോന്നിയത് ആ ക്യാരക്ടറിനോട് ഒരു വായിച്ചപ്പോൾ? ഷാരൻ്റെ എഴുത്താണ് മെയിനായിട്ട്. ഷാരൻ ആണ് ഡയറക്ടർ. അപ്പം ഷാരൻ്റെ എഴുത്ത് ഞാൻ പറഞ്ഞില്ലേ, പേജ് ഇങ്ങനെ മറിഞ്ഞു പോകണ പോലെ ഭയങ്കര പെട്ടെന്ന് അങ്ങ് വായിച്ചു. ഭയങ്കര ഹുക്ഡായി വായിച്ചു. പിന്നെ
ഷാരൻ്റെ ഒരു ഷോർട്ട് ഫിലിമുണ്ട്. അപ്പോൾ അത് കണ്ട് അങ്ങനെ ഒരു പാതിരാ സ്വപ്നം പോലെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ എനിക്ക് ഷാരൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു ഒന്ന്. പിന്നെ 2 ഈ സ്ക്രിപ്റ്റ് തന്നെയാണ്. പിന്നെ ഈ സിനിമയിലെ കഥാപാത്രത്തെ പറ്റി ഒന്ന് പറയാമോ? നിഖിൽ എന്നാണ് പേര്. അപ്പം നിഖിൽ അബ്രോഡാണ്, UK-ലാണ്. ഞങ്ങളുടെ ഫാമിലി സുരാജ് കഴിഞ്ഞ മുമ്പ് പറഞ്ഞായിരുന്നു ആണോ UK-ലായിരുന്നു. മകനെ പറ്റി പക്ഷെ ഞങ്ങളോട് ഒന്നും പറഞ്ഞില്ല. അതാണ് ഞങ്ങള് അപ്പം ഒരു ചെറിയൊരു ഒരു എന്താ പറയുക, നമ്മൾ ലൈഫിലൊക്കെ ഇച്ചിരി സ്റ്റക്കായി പോകുന്ന ഒരു ഭാഗത്താണ് നിഖിൽ നിൽക്കുന്നത്. ലൈഫിൽ ഇനി എങ്ങോട്ടാണ് ഏതാണെന്നൊക്കെ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിട്ട് കുറേ മടുപ്പൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ ഇച്ചിരി ഡിപ്രസ്ഡ് ആയിട്ടൊരു ആളൊന്ന് മെൻ്റലി ഇച്ചിരി ലോക്ക്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഗെറ്റ് അവേ വേണമെന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥലത്താണ് സിനിമയുടെ ഒരു തുടക്കം. പക്ഷെ ഇത് സിനിമയിലല്ല കേട്ടോ, ഇത് ബാക്ക് സ്റ്റോറി പോലെയാണ്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരു നാട്ടിലേക്ക് വരുമ്പോൾ ഇവനുണ്ടാവുന്ന ഈ പറയുന്ന കാലം കൊണ്ട് വന്ന മാറ്റം എന്ന് പറയുന്ന പോലെ ഇവനുണ്ടാവുന്ന കുറേ മാറ്റങ്ങളൊക്കെയാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ. ഈ സിനിമയിലും ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഡിപ്രസ്ഡോ സ്റ്റക്ക് ആയിട്ടുണ്ടോ ജീവിതത്തിൽ? സ്റ്റക്കൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എന്തോരം പ്രാവശ്യം നമ്മളിപ്പോൾ അത് ഇല്ലാണ്ടിരിക്കില്ലല്ലോ. പിന്നെയും സ്റ്റക്കാവും, പിന്നെയും അൺസ്റ്റക്ക്, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ മാറി മാറി നമ്മൾ നമ്മൾ ഓട്ടം നിർത്താണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളൂ. പിന്നെ ഈ സിനിമയിൽ ഒരു ഗാനം പുറത്തിറങ്ങിയായിരുന്നു, അത് ഭയങ്കരമായിട്ട് ഞങ്ങളെ എല്ലാവർക്കും ഇഷ്ടം തോന്നി. അതുപോലെ തന്നെ എന്തെങ്കിലും ഈ സിനിമയിൽ എന്തെങ്കിലും പ്രണയരംഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും? പ്രണയം പറഞ്ഞു പോകുന്നുണ്ട്. ഈ ഇപ്പം ഞാൻ പറഞ്ഞ നിഖിലിൻ്റെ ക്യാരക്ടറിന് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു മിക്സ്ഡ് കുറേ ഇമോഷൻസ് ഒക്കെ ആയിട്ട് ആളൊന്ന് ലോക്കായിരിക്കും. അതാ പറഞ്ഞു, പല പല കാര്യങ്ങളായിട്ട് പുള്ളി ഒന്ന് ലോക്കായിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടുണ്ട്. അങ്ങനെയുണ്ട്. ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് തോന്നിയ ആരെങ്കിലും ഉണ്ടാവില്ല, ആക്ട്രസ് എല്ലാം ആക്ടേഴ്സ് ആണെങ്കിലും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും തോന്നിയിരുന്നു ഇതുപോലെ വരണം അല്ലെങ്കിൽ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഉണ്ട്. ഇപ്പം ഞാൻ ആനന്ദം ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പം ജോജാൻ്റെ കൂടെ അല്ലെങ്കിൽ ആനന്ദത്തിലെ നിവിൻചാൻ്റെ കൂടെ അങ്ങനെ പല സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം നമ്മൾ അവരുടെ പലതും നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകുമല്ലോ. അവർ ഭയങ്കര സത്യസന്ധമായി ഒരു ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് അവർ പറയുന്ന ഓണസ്റ്റിയിലങ്ങ് ആയിപ്പോവും. അപ്പം അങ്ങനത്തെ കുറേയൊക്കെ കാണുമ്പം ഞാൻ ഇതുപോലെയൊക്കെ അതുപോലെയൊക്കെ എന്ന് പരമാവധി എടുത്തു വെക്കാൻ നോക്കാറുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ ഒരാളെ പോലെ ആവണം എന്നൊന്നുമില്ല. എനിക്ക് എൻ്റെതായ ഒരു വഴിക്ക് പോകണമെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ കുറച്ചും കൂടി ഇൻസ്പയർ ആയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രത്യേക ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഒരു അംബീഷൻ അല്ല ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഒരുപാടുണ്ട്. ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ നേരത്തെ സ്റ്റക്കൊക്കെ അങ്ങനത്തെ ഒരു ഫേസിൽ എനിക്ക് തോന്നുന്നു ഇപ്പം പല രീതിയിൽ പലരെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം കാണാൻ ചിലതൊക്കെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് തോന്നാം. അപ്പോൾ അങ്ങനത്തെ ഇടിച്ച് കയറി അങ്ങ് കാണാൻ പോകാന്ന് പറയുന്ന പോലെ പല ഡയറക്ടേഴ്സിനെയും ഇഷ്ടമുള്ള വല്ലാണ്ട് ആഗ്രഹമുള്ള ആൾക്കാരെ അങ്ങനെയൊക്കെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പം ഉണ്ട്, വരട്ടെ. ബാക്ക് ടു ആനന്ദം ഫിലിമില് അതിലൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അതിപ്പോഴും ആ സർക്കിൾ? പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. അങ്ങനെ എപ്പോഴും ഒന്നും പറ്റാറില്ല. പക്ഷെ ഇപ്പം ഓരോരുത്തരുടെ കല്യാണമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ഞങ്ങൾ പിന്നെ ഒന്ന് കൂടും. അങ്ങനെ ആനന്ദ സിനിമയിലെ പ്രണയരംഗങ്ങൾ പോലെ ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിലോ പ്രണയരംഗം പോലെ അങ്ങനെ ഇല്ല, ആനന്ദത്തിലെ പോലെ ഇല്ല. പറയൂ അക്ഷയ്. ഇല്ല, അങ്ങനത്തെ ഇല്ല. ഇതിൽ നിന്ന് എന്താ വ്യത്യാസം തോന്നില്ലേ? ആനന്ദം എന്ന് പറഞ്ഞ ഫിലിം എന്ന് പറയുമ്പോൾ ടോട്ടലി ഒരു എന്താ പറയാ, ഒരു അടിച്ചുപൊളി കോളേജ് വൈബ് അങ്ങനെ ആയിരുന്നില്ലേ? അതല്ല, ഇത് എൻ്റെ മനസ്സിലൊരു സിനിമയുണ്ട്. അത് പക്ഷെ പറഞ്ഞാൽ ചിലപ്പം ആൾക്കാർ ആ സിനിമയായിരിക്കും പിന്നെ ആലോചിക്കുക, അത് വേണ്ടാന്ന് തോന്നുന്നു. അപ്പം പിന്നീട് ഒരിക്കൽ വേണമെങ്കിൽ പറയാമല്ലോ. അപ്പം ആ സിനിമ അല്ലെങ്കിൽ ആ ഡയറക്ടറിൻ്റെ മറ്റു പടങ്ങളെല്ലാം ആൾക്കാർ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകുന്ന പടങ്ങൾ. പക്ഷേ ഈ പടം അധികം പേര് കണ്ടിട്ടില്ല. അപ്പം എനിക്ക് ഈ പടം മനസ്സിലുണ്ടായിരുന്നു. അതേ സെറ്റിങ് ഈ പടം, ഈ ഞങ്ങളുടെ ഈ കുടുംബവും അവിടെ ഉണ്ടാകുന്ന കുറേ ഇതിനകത്ത് ഹ്യൂമൻ ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവുന്നതും അതുകൊണ്ടുള്ള റിപ്പിളും അതുകൊണ്ടുണ്ടാകുന്ന കണക്റ്റഡ് ആയിട്ടുള്ള എഫക്ട്സും അങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞ സിനിമയിൽ വേറെ രീതിയിലാണ് ഡയറക്ടർ. അപ്പം അത് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുപോലൊരു സിനിമ പ്രത്യേകിച്ച് ശരണം ചെയ്യാൻ വരുന്നു. പിന്നെ ഈ കാസ്റ്റിൻ്റെ കാര്യമൊക്കെ പിന്നീടാണ് വരുന്നത്, ഞാനതൊക്കെ പിന്നെ അറിയുന്നത്.
അപ്പോൾ പിന്നെ മലയാള സിനിമയിൽ ഇപ്പോൾ ചേട്ടനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന യുവതാരങ്ങൾ ആരൊക്കെയാണ്? ഓ അല്ലേ, എല്ലാവരും തന്നെ അടിപൊളിയാണെന്നോ? അങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതോ? എനിക്ക് എല്ലാവരുടെയും തന്നെ. ഇപ്പം ഞാൻ ഈ അടുത്ത് സംഗീതല്ലേ, സംഗീതം പ്രേമലു, അപ്പോൾ സംഗീതിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. ഭയങ്കര അത് നമ്മളെ ഒരു ഏജ് ഇതായതുകൊണ്ടാണോ അങ്ങനെയാണോ? അതും ഉണ്ടാവാം, അതൊരു ഫാക്ടർ ആയിരിക്കാം എന്തായാലും, ശരിയാണെന്നോ. പക്ഷെ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര എഫർട്ട്ലെസ് ആയിരുന്നു ഞങ്ങൾ. ഇങ്ങനെ എന്തും തുറന്നു പറയാം. അതൊക്കെ പറയാം, അനുവേ അതൊക്കെ പറയാം. പക്ഷെ രസമായിരുന്നു അതും. പിന്നെ അല്ലാണ്ട് എല്ലാവരും കേട്ടോ, ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരുടെയും തന്നെ എല്ലാ വർക്കും ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം ആരൊക്കെയാ അങ്ങനെ പറയാം, ഇപ്പം നെസ്ലിൻ്റെ എനിക്കൊരു ചെറിയൊരു ചായക്കാച്ചിലുണ്ട് നിങ്ങൾ രണ്ടുപേരും. ആ സമയത്ത് പറഞ്ഞിരുന്നു തോന്നുന്നു. ഞങ്ങളുടെ മുടിയൊക്കെ കിടന്നിരുന്ന ഒരു രീതിയിലൊക്കെ ആയിട്ട് കുറെ പേര് മറ്റേ തണ്ണീർമത്തനൊക്കെ ഇറങ്ങിയ സമയത്ത് അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സാറിന് ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ എന്തെങ്കിലും വരുവാണെങ്കിൽ ആരുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ചോദിക്കും? ഇപ്പം ഈ ഇൻഡസ്ട്രിയിൽ സാറിന് അറിയാവുന്ന ഇപ്പം തോന്നുമല്ലോ, ഇയാളുടെ അടുത്ത് പോയി ചോദിക്കാം, ഏതെങ്കിലും ഒരു ആക്ടർ ഒരു ഓപ്ഷൻ ഗൈഡായിട്ട്. അങ്ങനെ ചോദിക്കാനുണ്ട് കേട്ടോ, ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആരടുത്ത് ചോദിച്ചാലും ഇൻ ദി എൻഡ് എനിക്ക് പണ്ടൊരാൾ ഇങ്ങനെ പറഞ്ഞു തന്നതാ, ഒരു അഡ്വൈസാ. പക്ഷെ തീരുമാനം എൻ്റെ ആയിരിക്കണം എന്നുള്ളത് ഞാൻ എവിടെയോ പയ്യെ റിയലൈസ് ചെയ്തു. ആദ്യമൊക്കെ കുറച്ച് ഡിപ്പെൻഡൻ്റ് ആവാനുള്ള ശ്രമമായിരുന്നു. എളുപ്പം അന്നത്തെ രീതിയിൽ. ഇപ്പം അറിവില്ലായ്മ കൊണ്ടും അല്ലെങ്കിൽ അപ്പം പെട്ടെന്ന് ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ പോലും നമ്മൾ ഇത് വർക്കാണോ അത് വർക്കാണോ എല്ലാം കൺഫ്യൂഷൻസാണ്. അപ്പം അങ്ങനെ ഉണ്ട് ആൾക്കാർ. പക്ഷെ കൂടുതലും ഞാനൊരു ഡിസിഷനിലേക്ക് എത്താനാണ് നോക്കാറ്. ഇനി ചേട്ടൻ സിനിമ തന്നെയാണോ അതോ ഇനി വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ? ഇല്ല, സിനിമ തന്നെയാണ് എന്നും അന്നും ഇന്നും സിനിമ തന്നെയാണ്. ഈ ഒരു പാഷനേറ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ എങ്ങനെ വന്നത്? ഇല്ല, ഞാൻ അന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ആനന്ദം ഹാപ്പൻ ബൈ ചാൻസ്. ഞാൻ ഓഡിഷന് പോയി എന്നുള്ളത് ശരിയാ, ഉള്ളിൽ എവിടെയോ ആഗ്രഹം ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ അതിൻ്റെ പുറകെ ഓടാനൊന്നും, ഇപ്പം ഇത്രയും നാൾ ഞാൻ ഓടിയ പോലെ അതിൻ്റെ പുറകെ ഓടാനൊന്നും ഉള്ളൊരു എഫേർട്ട് അന്ന് ഇടുന്നു തോന്നിയിരുന്നില്ല. ആനന്ദം കഴിഞ്ഞപ്പോഴാണോ, ഞാൻ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അഭിനയിക്കണം അല്ലെങ്കിൽ അഭിനയിക്കാണ്ടിരിക്കാൻ വയ്യ എന്നൊക്കെയുള്ള രീതിയിലേക്ക് അതിനെ എടുക്കാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ആനന്ദം കഴിഞ്ഞിട്ട് കുറേ കാലമായി. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു മാറ്റം ഉണ്ടല്ലോ, ഇൻഡസ്ട്രിക്ക് വന്നൊരു ചേഞ്ചസ് ഉണ്ടാവില്ല എന്തെങ്കിലും, അതെങ്ങനെ കാണുന്നത്, എങ്ങനെ മനസ്സിലാക്കുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ മാറ്റങ്ങളല്ലേ, ഇപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ ടോട്ടലി. അന്നത്തെ ഒരുപാട് കാര്യങ്ങൾ മാറി. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഏതാണെങ്കിലും ഇപ്പൊ ന്യൂസിലാണെങ്കിലും നമ്മൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെ ഈ ഒരു ഫീൽഡിൽ ഇപ്പോ സാറിന് എങ്ങനെ പറയാൻ പറ്റും? എനിക്കങ്ങനെ പേഴ്സണലി പ്രശ്നങ്ങൾ ഒരുപാട് അങ്ങനെ വന്നിട്ടില്ല. ഇല്ല, ഞാനിപ്പോ ആകെ ഇത്രയല്ല ആയിട്ടുള്ളൂ. പടം പിന്നെ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ പറയുമ്പോ. അപ്പോൾ ഇല്ല, ഞാൻ കണ്ടുവരുന്നേ ഉള്ളൂ. അങ്ങനെ പറയാൻ മാത്രം വേറെ ചേഞ്ചസ് ഒന്നും തോന്നിയിട്ടില്ല. ഇല്ല, ആനന്ദം പോലെ അല്ല ഒരു സെറ്റും എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ആനന്ദം ഒരു ഫിലിം സെറ്റിനേക്കാൾ ഉപരി അതൊരു വേറെ തന്നെ ഒരു രീതിയിലായിരുന്നു സിനിമ പോയിക്കൊണ്ടിരുന്നത്. സിനിമ സെറ്റല്ല, ഞങ്ങളൊക്കെ കൂടി ഒരു ട്രിപ്പ് പോയായിരുന്നു. അപ്പം ഇപ്പം അങ്ങനെയല്ല, സിനിമ എങ്ങനെയാണെന്നും സിനിമ അങ്ങനെ അതൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ടെന്നല്ലാണ്ട് ഇല്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ എനിക്ക് ദൈവം സഹായിച്ച് വന്നിട്ടില്ല. അങ്ങനെ തന്നെ പോട്ടെ. ഈ സിനിമ കോഴിക്കോട് ആ ഒരു ബേസിലാണല്ലോ നടക്കുന്നത്. അപ്പൊ അവിടെ സ്ലാങ് ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കുമ്പോൾ? ഇല്ല, ഞാൻ ആക്ച്വലി UK എന്നാണല്ലോ. ഈ ക്യാരക്ടർ നിഖിൽ എന്ന് പറഞ്ഞ ക്യാരക്ടറും സുരാജ് ചേട്ടനും UK ഞങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് വരുന്നു, ഇവിടെ വരുമ്പം കൂടുതൽ എൻ്റെ അവിടുത്തെ ഒരു ആക്സെന്റാണ് ഞാൻ, അല്ലാണ്ട് കോഴിക്കോട് ആക്സെന്റ് വരുന്നില്ല. ഇല്ല. അവിടെ പേഴ്സണൽ ലൈഫിൽ ചോദിക്കാല്ലേ സാർ, കല്യാണം കാര്യങ്ങൾ അതിനെ പറ്റി? ദൈവമേ, പയ്യെ വരട്ടെ, കാലം തുറക്കട്ടെ. അത് പിന്നെ ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിനോടൊപ്പമാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സിനിമ ആനന്ദമാണെങ്കിലും വിനീത് ശ്രീനിവാസ സാറിന്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എന്തായിരുന്നു? വിനീതേട്ടൻ്റെ കൂടെയുള്ളതോ? വിനീതേട്ടൻ്റെ കൂടെ അടിപൊളി മനുഷ്യൻ എല്ലാ രീതിയിലും. ഗുഡ്വിൽ ജോയി സാറിനോടൊപ്പം ആണെങ്കിലും ജോയിച്ചേട്ടൻ ഇന്നാണ് പറയുമ്പോൾ ആദ്യമായിട്ട് കണ്ട് സംസാരിക്കുന്നത്. അടിപൊളിയായിരുന്നു. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തു, സംസാരിച്ചു, അത്രേ ഉണ്ടായുള്ളൂ. ഇനി കാണണം.
പിന്നെ രണ്ടുപേരും രണ്ട് രീതിയിലുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. പക്ഷേ അഗൈൻ എനിക്ക് ജോബിച്ചേട്ടൻ അത്രയും ഇടപഴകി പരിചയമില്ല. വിനീതേട്ടനെ ഇപ്പോൾ കുറേ നാളായിട്ട് അറിയാവുന്നതുകൊണ്ടും എന്നും ഒരു മൂത്തേട്ടൻ്റെ സ്ഥാനം ഉണ്ട്. പിന്നെ ആനന്ദ സമയത്ത് എന്താണ് ഇന്റർവ്യൂ ഒന്നും കൊടുക്കാതിരുന്നത്? അയ്യോ അല്ല, അന്ന് രാവിലെ മുതൽ രാത്രി വരെ ഇന്റർവ്യൂകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അടുത്ത് പലതും വന്നിട്ടില്ല. അതാ ഞാൻ ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു ഒരു 11:30 1 മണിയൊക്കെ 11:30 തൊട്ട് രാത്രി ആ സമയത്ത് കൊടുത്തൊരു ഇന്റർവ്യൂ ആണ് യൂട്യൂബിലാകെ കിടക്കുന്നത്. ബാക്കിയൊക്കെ എവിടെ പോയി എന്നറിയില്ല. എന്തെങ്കിലും ഇപ്പോൾ കുറെ കഴിഞ്ഞല്ലോ, ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം ഒരു ഫിലിം ചെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് പോലെ തോന്നി. അതായത് വേറൊരു സെറ്റിലേക്ക് വന്നപ്പോൾ എക്സ്പീരിയൻസിന്റെ ഒരു ഇതോ നമുക്കിപ്പോൾ ഒരു കൈകാര്യം ചെയ്യാനുള്ള ഒരു ഈസി ടേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം. ഒരു കാര്യം പെട്ടെന്ന് ഓർത്ത് പറയാം. ഇപ്പം വ്യത്യാസം വന്നോന്ന് ചോദിച്ചില്ലേ, പണ്ട് ആനന്ദവും പിന്നെ ഇപ്പം സിനിമയിലും. അപ്പം ഇപ്പം ഇന്റർവ്യൂസിന്റെ പോലും അന്ന് ഇത്രയൊന്നും ഇന്റർവ്യൂസ് ഇല്ല, ഇത്രയും സോഷ്യൽ മീഡിയ ഇങ്ങനെ ആയിട്ടില്ല. എനിക്ക് കോളേജ് വിസിറ്റ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു അന്ന് ആനന്ദമാണ്. കോളേജ് വിസിറ്റ്സ് അത്രയധികം ആഞ്ഞു പിടിച്ച് ഞങ്ങളൊരു അവസ്ഥയായത് കഴിഞ്ഞപ്പോഴത്തേക്കും. ഒരു ടെമ്പോ ട്രാവലിൽ കയറുക, ഞങ്ങളിങ്ങനെ തുരുതുര. അപ്പോൾ അതൊക്കെ അന്ന് തുടങ്ങി, പിന്നെ അതിങ്ങനെ മുന്നോട്ട് വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇന്റർവ്യൂസും അത്രയും ഇല്ല, അതുകൊണ്ടാണ് ഇന്റർവ്യൂസ്. പിന്നെ പക്ഷെ എന്നിട്ടും കുറേ എടുത്തു കേട്ടോ. അയ്യോ ഒരുപാട് എടുത്തു തോന്നുന്നു. ഇവിടെ ചോദിച്ച ചോദ്യം വിട്ടുപോയി. ഞാനത് വിട്ടുപോയി. സാറിന് ഇപ്പോൾ ലൈഫിൽ വായിച്ച ഏതെങ്കിലും ബുക്സ് അങ്ങനെ ഒന്ന് പറയാൻ പറ്റിയ ഒരു ഇൻഫ്ലുവൻസ്ഡ് ആയ ഏതെങ്കിലും ഒരു ബുക്സ് അല്ലേ? ഞാൻ ഒരുപാട് വായിക്കുന്ന ആളൊന്നുമല്ല, പണ്ടൊക്കെ വായിച്ചിരുന്നു എന്ന് പറയാം. ഒരുപാട് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കുന്നൊരു പുസ്തകമുണ്ട്. അത് പക്ഷെ ഇതുവരെ വായിച്ചു തീർത്തിട്ടില്ല. അത് വായിച്ച് തീർക്കുമെന്ന് പറഞ്ഞുകൂടാ. നോർവീജിയൻ വുഡ് എന്ന് പറഞ്ഞിട്ട് മുറക്കാമിയിലൊരു ബുക്കാണ്. അത് ഞാൻ കൊണ്ടു നടക്കുന്ന ഇടയെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കും. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു എസ്കേപ്പ് പോലെയാണെന്ന് തോന്നുന്നു. ആ ബുക്ക് ഇതുവരെ തീർത്തിട്ടില്ല. ഞാനത് ആദ്യം തുടക്കം തൊട്ട് കൊടുക്കും വരെ ഒരിക്കലും വായിക്കുമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതങ്ങനെ കയ്യിലുണ്ട്. ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോകാം ബുക്ക്. അതിപ്പോഴും കൂടെ ഉണ്ടാവും. ഞാൻ ചോദിക്കാവുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ പോസ്റ്ററിൽ കണ്ട പോലെ ആ ഒരു ഗെറ്റപ്പ് അല്ലേ ഇപ്പൊ ഞങ്ങളുടെ ഒപ്പം ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ആരാധകർക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കാനാണോ? റിവീൽ ചെയ്യില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. അയ്യോ ഇല്ല, എന്റെ അനുവേ ഇത് പോയാ തടി പോയ നേരം അതാവും. അപ്പം രണ്ടും പറ്റും എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പ്രതീക്ഷിച്ചല്ല ആനന്ദിലെ അലുക്കായിരുന്നു വരുമെന്ന് ഓർത്തെ. ഞങ്ങളൊപ്പം ഇന്റർവ്യൂവിന് അടുത്തന്നെ പിടിക്കാം. വേറെ അങ്ങനെ ഇല്ല, വേറെ വരുന്നേ ഉള്ളൂ. വരട്ടെ. അപ്പൊ ഈ നാരായണന്റെ 3 ആൺമക്കൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇതൊരു നല്ല സിനിമയാണ്. എനിക്കെന്തോ ഭയങ്കര ഉറപ്പോടെ പറയാം, സിനിമ കാണുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഭയങ്കര ഉറപ്പോടെ പറയാം ഇതൊരു നല്ല സിനിമയായിരിക്കും. പക്ഷെ എല്ലാവരും ഇപ്പം എന്നോട് നേരത്തെ അനുഭവിച്ച പോലെ ഒരു സൈക്കോ എന്തായിരുന്നു, ഡാർക്ക് സൈക്കോ അതുപോലെയൊക്കെയാണോ എന്ന് അല്ല. അപ്പോൾ ഇതൊരു നല്ലൊരു ഫാമിലി ഡ്രാമ. അതിൽ കുറേ കുടുംബത്തിലുള്ള വഴക്കുകൾ സംഭവിക്കാൻ വഴക്കുകൾ മാത്രമല്ല, നമ്മൾ ഇപ്പം ഇതിൻ്റെ ജോജുവേട്ടൻ അതിനകത്ത് പറയുന്നൊരു ഡയലോഗുണ്ട്, മറ്റേ റിലേഷൻഷിപ്സ് ആർ എഫിമറൽ, പെട്ടെന്ന് ഇല്ലാണ്ടാവാം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഭയങ്കര നല്ല സ്ട്രോങ് ബോണ്ടുകൾ തന്നെ ചിലപ്പോൾ ചെറിയൊരു കാര്യത്തിൻ്റെ പേരിലൊക്കെ മുറിഞ്ഞു പോവാം, പിന്നെ അത് യോജിക്കാം അങ്ങനെ. അപ്പം നമ്മുടെ ചുറ്റും നടക്കുന്ന കുറേ കാര്യങ്ങൾ ഭയങ്കര രസത്തിൽ ശരണും ഇതിൻ്റെ അപ്പു അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നീഷ്യൻസും എല്ലാവരും അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല സിനിമയായിരിക്കും, എല്ലാവരും വന്ന് കാണണം. തീർച്ചയായും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് അത്. ഇനി എല്ലാവരും ഇഷ്ടപ്പെടുമോ നോക്കിയിട്ടാണ്, എൻ്റെ ഇഷ്ടമൊക്കെ ശരിയാണോ എവിടെയാണോ എന്നൊക്കെ നോക്കാം. അതെ. പിന്നെ ഈ ഇൻഫ്ലുവൻസ് ചെയ്ത നടന്മാർ ആരൊക്കെയാണ്? ഫഹദ് ഫാസില ഞങ്ങൾ ചോദിക്കുക. ഫഹദ് ഫാസില, പിന്നെ നിവിൻ പോളി സാറിനോടൊപ്പം അഭിനയിച്ചില്ല. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? അതായത് ചേട്ടനായിട്ട് അഭിനയിച്ചത്. അതെ ആകാശ് എന്നായിരുന്നു ക്യാരക്ടറിന്റെ പേര്. ഞാൻ നിവിൻ്റെ വലിയ ഫാനായിരുന്നു. പറയുമ്പോൾ തട്ടമൊക്കെ എൻ്റെ തലയിൽ എനിക്ക് തോന്നുന്നു ഒരു റെഫറൻസ് പോയിന്റ് പോലെ വരെ തലയിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അത് ചെയ്യണതിന് മുന്നേ. അപ്പോൾ നിവിനെ കാണുമ്പോൾ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. പുള്ളി ഭയങ്കര കൂളായിരുന്നു. അപ്പം ഞങ്ങൾ ചെയ്തു തുടങ്ങിയ ഒരു സീൻ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ ചെയ്ത് കുറച്ചായപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് പോയി
ഫുള്ളി പോയി, റിലേ പോയ പോലെ ഫുള്ള് എല്ലാം മറന്ന് ആകെ കയ്യിൽ ഒരു ജ്യൂസോ ഷെയ്ക്കോ എന്തോ ഉണ്ടായിരുന്നു ആ സീനിൽ. അപ്പോൾ അത് തട്ടിമറിഞ്ഞു, ആകെ കൊളായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹീ ഗേവ് മീ സ്പേസ്, എല്ലാവരും കൂടെ വന്ന് ആ സീൻ വർക്കാക്കി എടുക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം സച്ച് എന്താ പറയുക, ലവ്ലി ആക്ടർ ടു വർക്ക് വിത്ത്. അപ്പോൾ ടോവിനോ തോമസ്, എനിക്ക് അഗൈൻ അടിപൊളി എനിക്ക് പരിചയമില്ല, ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് ഇതുവരെ. ഒരു ഭാഗ്യം ലഭിക്കട്ടെ ടോവിനോ അഭിനയിക്കാൻ. അഗൈൻ ഇപ്പം തലയിൽ പെട്ടെന്ന് ഓടി വരുന്ന മായാനദിയാന്ന് തോന്നുന്നു. അപ്പം അഗൈൻ ആരാ നല്ലതല്ലാത്ത ഉള്ളതെന്നുള്ള ചോദ്യമാണെന്ന് തോന്നുന്നു. എല്ലാവരും അടിപൊളിയല്ലേ നമ്മുടെ ഇൻഡസ്ട്രിയിൽ, പ്രത്യേകിച്ച് ഇതൊരു കോമൺ ക്ലീശ ഉത്തരം പോലെ തോന്നാം, പക്ഷെ എനിക്ക് ആരെയും അങ്ങനെ ഒരുപാട് പേരുള്ളതുകൊണ്ട് ആരെയും മാറ്റി നിർത്താൻ തോന്നുന്നില്ല. എല്ലാവരും അടിപൊളിയാണെന്നുള്ളൊരു സാധനമാണെന്ന് തോന്നുന്നു. എനിക്കൊരു ആഗ്രഹമുണ്ട്, ആനന്ദം പോലെ ഒരു സിനിമ ഇനിയും വരുമോ? വരട്ടെ. ഓ യാ, എനിക്ക് അങ്ങനത്തെ ഒന്നും പിന്നെ അങ്ങനത്തെ അല്ല വന്നിട്ടുള്ള. ബാക്കിയെല്ലാം കോമഡി, ഭയങ്കര കോമഡി ആയിട്ട്. ഈ ആനന്ദം പറയുന്ന ഫ്രണ്ട്സിന്റെ ബാക്കി ഇറങ്ങിയ സിനിമകളൊന്നും അങ്ങനെ ഇല്ലായിരുന്നു, മൊത്തം കോമഡി ആയിട്ട് അങ്ങ് പോവായിരുന്നു. എനിക്ക് പിടികിട്ടി തോന്നുന്നു. വരട്ടെ. ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ഫിലിം ചൂസ് ചെയ്യാ? ഇപ്പം ഏതൊരു ടേസ്റ്റ് ആണ് ഇപ്പൊ എന്താ ആഗ്രഹം? അങ്ങനെ ഇല്ല കേട്ടോ, അങ്ങനെ ചൂസ് ചെയ്യുമ്പോഴല്ലേ അങ്ങനെ ഒരുപാട് ചിന്തകൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല, എനിക്ക് വായിച്ച് അല്ലെങ്കിൽ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള സിനിമകൾ അങ്ങനെയാണോ അതായിരിക്കും. ചിലപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് എൻ്റെ ഒരു ജഡ്ജ്മെൻ്റൊക്കെ പിടികിട്ടുമായിരിക്കുന്നു. അപ്പം നോക്കട്ടെ, ആനന്ദം പോലെ സിനിമ എന്തായാലും വരട്ടെ. പ്രേക്ഷകർക്ക് അത് കൂടുതൽ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോ നാരായണന്റെ 3 ആൺമക്കൾ ഡിസംബർ അല്ല ഫെബ്രുവരി അപ്പൊ നാരായണന്റെ 3 ആൺമക്കൾ ഫെബ്രുവരി 7 ഇറങ്ങുവാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഗുഡ്വില്ലിന്റെ പേരിലും ഞങ്ങളുടെ പേരിലും ടിക്ടോക്കിന്റെ പേരിലും. ഇനി ഒരുപാട് ഫിലിംസ് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.